എക്സ്പ്രസിൽ വിദ്യാർത്ഥിനിയെ ആക്രമിച്ച വട്ടിയൂർക്കാവ് സ്വദേശി പിടിയിൽ. തിരുവനന്തപുരം സ്വദേശിനിയും തൃശൂർ ലോ കോളേജിലെ വിദ്യാർത്ഥിനിയുമായ പെൺകുട്ടിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. വിദ്യാർത്ഥിനിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ച വട്ടിയൂർക്കാവ് സ്വദേശി സതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെള്ളിയാഴ്ച രാത്രി വേണാട് എക്സ്പ്രസിൽ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേ വർക്കലയിൽ വെച്ചാണ് അതിക്രമം ഉണ്ടായതെന്നാണ് പെൺകുട്ടിയുടെ പരാതി. സംഭവം റെയിൽവേ പോലീസിനെ അറിയിച്ചതിന് പിന്നാലെ ട്രെയിൻ തമ്പാനൂർ സ്റ്റേഷനിലെത്തിയപ്പോൾ ഉദ്യോഗസ്ഥരെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. ആലപ്പുഴയിൽ കാണാതായ യുവാവ് പാടശേഖരത്തിൽ മരിച്ച നിലയിൽ. നിരണം വെട്ടിത്തുരുത്തിയിൽ വീട്ടിൽ 38-കാരനായ വിമൽകുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ടൈല് പണിക്കാരനാണ് വിമൽകുമാർ. വിമൽകുമാർ ഭാര്യ വീടായ മുട്ടം മേടച്ചിറയിൽ വീട്ടിൽ നിന്ന് വ്യാഴാഴ്ച ജോലിക്കായി പോയി ഏറെ വൈകിയും തിരിച്ചു വരാത്തതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ഭാര്യ വീട്ടിലേക്ക് പോകുന്ന വഴിയിലെ മൂടാമ്പടി പാടശേഖരത്തിൽ നിന്നും ഇയാളെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ചിറ്റാരിക്കൽ ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പള്ളി വികാരി കീഴടങ്ങി. അതിരുമാവ് സെന്റ് പോൾസ് ചർച്ച് വികാരിയായിരുന്ന ഫാദർ പോൾ തട്ടുപറമ്പിലാണ് കാസർഗോഡ് കോടതിയിൽ കീഴടങ്ങിയത്. 17 വയസ്സുകാരനെ നിരവധി തവണ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. കേസിന് പിന്നാലെ ഫാദർ പോൾ തട്ടുപറമ്പിൽ ഒളിവിൽ പോയിരുന്നു. ഹോംഗാർഡ് ഫിസിക്കൽ ടെസ്റ്റിനിടെ കുഴഞ്ഞു വീണ യുവതിയെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നതിനിടെ കൂട്ടബലാത്സംഗം ചെയ്തു. 2 പേർ അറസ്റ്റിൽ. ബീഹാറിലെ ഗയയിലാണ് ഓടിക്കൊണ്ടിരുന്ന ആംബുലൻസിൽ വെച്ച് യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തത്. അബോധാവസ്ഥയിൽ ആംബുലൻസിൽ വെച്ച് 1-ലധികം പേർ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി. ഗയയിലെ മിലിറ്ററി പോലീസ് ഗ്രൗണ്ടിലാണ് ഹോംഗാർഡ് റിക്രൂട്ട്മെന്റ് ഫിസിക്കൽ ടെസ്റ്റ് നടന്നത്. ഇവിടെ വെച്ച് കുഴഞ്ഞു വീണ യുവതിയെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി കൂടെ കയറിയവരാണ് കൂട്ടബലാത്സംഗം ചെയ്തത്. അർദ്ധബോധാവസ്ഥയിലായിരുന്നതിനാൽ ആളുകളെ വ്യക്തമായിരുന്നില്ലെന്നും 3-4 പേരാണ് ആംബുലൻസിലുണ്ടായിരുന്നെന്നുമാണ് യുവതി നൽകിയ മൊഴി. ആംബുലൻസ് ഡ്രൈവർ വിനയ്കുമാർ, ടെക്നീഷ്യൻ അജിത് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. മാറാട് യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗോതീശ്വര സ്വദേശി 31-കാരി ഷിംനിയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുടുംബ വഴക്കാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഭർത്താവ് പ്രശാന്ത് മദ്യപാനിയായിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മരണകാരണമെന്ന് സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു. മദ്യപിച്ചെത്തുന്ന ഭർത്താവ് പ്രശാന്ത് ഷിംനിയെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ബന്ധുക്കളും പറയുന്നു. ഷിംനിയുടെ ശരീരത്തിൽ പാടുകളുണ്ടെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു. 15-കാരിക്ക് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക അതിക്രമം. യൂട്യൂബർ ഷാലു കിങ് അറസ്റ്റിൽ. കാസർഗോഡ് കൊടിയമ്മ ചേപ്പിനടുക്കം വീട്ടിൽ വ്ളോഗർ മുഹമ്മദ് സാലിനെയാണ് വിദേശത്തു നിന്ന് മടങ്ങി വരുമ്പോൾ മംഗലാപുരം വിമാനത്താവളത്തിൽ വെച്ച് കൊയിലാണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷാലു കിങ് മീഡിയ, ഷാലു കിങ് ബ്ലോഗ്സ്, ഷാലു കിങ് ഫാമിലി തുടങ്ങി കഴിഞ്ഞ 7 വർഷത്തോളമായി ഇയാൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വരികയായിരുന്നു. 2016-ൽ ഇയാൾ ആദ്യ വിവാഹം കഴിച്ചിരുന്നു. ഇതിൽ ഇയാൾക്ക് 3 മക്കളുണ്ട്. ആദ്യ ഭാര്യയുമായി പിണങ്ങിയ സമയത്താണ് 15-കാരിയെ പരിചയപ്പെടുന്നത്. ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയായിരുന്നു പരിചയം. പിന്നീട് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതോടെ പ്രതി വിദേശത്തേക്ക് കടന്നു. പിന്നാലെ കൊയിലാണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. സഹോദരന്റെ മക്കളെ യുവാവ് അടിച്ചും കുത്തിയും കൊലപ്പെടുത്തി. ബംഗളൂരു കമ്മസാന്ദ്രയിലാണ് ഇന്നലെ വൈകിട്ട് 4 മണിയോടെ നടുക്കുന്ന ഇരട്ടക്കൊല നടന്നത്. 9 വയസ്സുകാരൻ മുഹമ്മദ് ഇഷാഖ്, 7 വയസ്സുകാരൻ മുഹമ്മദ് ജുനൈദ് എന്നിവരാണ് മരിച്ചത്. 5 വയസ്സ് പ്രായമുള്ള മുഹമ്മദ് രോഹൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. കുട്ടികളുടെ അച്ഛൻ ചാന്ദ് പാഷയുടെ സഹോദരൻ കാസിമാണ് കൊലപാതകം നടത്തിയത്. ഇരുമ്പ് വടികൊണ്ട് അടിക്കുകയും ഇഷ്ടിക കൊണ്ട് തലക്കടിക്കുകയും ചെയ്യുകയായിരുന്നു. തലക്കേറ്റ ഗുരുതര പരിക്കാണ് കുട്ടികളുടെ മരണത്തിന് കാരണമായത്. കൊലപാതക കാരണം വ്യക്തമായിട്ടില്ല.